ആഴത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലും മാറ്റം വരുത്തി പ്രാർത്ഥനയിൽ നമുക്ക് ഇരിക്കാം. നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറവാണുള്ളത്. 6 മണിക്ക് നമുക്ക് മുമ്പിലുള്ള റൂമിലേക്ക് കിടക്കേണ്ടത് ആവശ്യമാണ്. നേരെയുള്ള റൂമിൽ വന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വളരെയേറെ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കേണ്ടതിനായിട്ട് പ്രിയ തോമസ് മൈക്കിൾ അങ്കിളിനെ ഇതിലേക്ക് ക്ഷണിക്കുന്നു. ശേഷം പ്രിയ ആൽബർട്ട് സഹോദരൻ ഭക്ഷണത്തിനായും സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെല്ലാം നന്ദിയോടുകൂടെ അങ്ങയെ സ്തുതിക്കുകയും ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടുത്തെ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഏഴകളുടെ കുടുംബമാകുന്ന സ്വർഗ്ഗത്തെ സ്നേഹിച്ച ദൈവത്തിന്റെ അപാരമായ സ്നേഹത്തിന് മുൻപിൽ ഞങ്ങളുടെ ഹൃദയത്തെ പറയുവാൻ ഞങ്ങൾ തലപിടിച്ച് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുവാൻ ഈ ഒരാഴ്ചയുടെ തിരുമേനിയോട് ഈ ഭൂമിയിൽ അവസരം തന്നു. അതിനായി തിരുനാമം സ്തോത്രം. ഞങ്ങൾ പ്രാരംഭത്തിൽ അങ്ങയെ ആരാധിച്ചു, അങ്ങയെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി. തുടർന്ന് കർത്താവേ, ഞങ്ങളുടെ പ്രിയ ഭക്തരിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവിക ആലോചനകളും തിരുവഴുത്തിലെ മാറ്റമില്ലാത്ത രേഖപ്പെടുത്തപ്പെട്ട നിന്റെ വചനത്തിലെ സത്യങ്ങളെ ഓർപ്പിക്കുവാൻ ഞങ്ങളുടെ ഭക്തരും കേൾക്കുവാൻ അടിയങ്ങൾക്കും ഇങ്ങനെ ഒരു അവസരം അവിടുന്ന് സംജാതമാക്കി തന്ന വലിയവനായ ദൈവത്തിൻ്റെ പുണ്യനാമത്തെ നന്ദിയോടുകൂടെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ഞങ്ങൾ അങ്ങനെ കർത്താവെ, ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ വചനത്തിലത് മുൻകൂട്ടി രേഖപ്പെടുത്തി തന്നിരിക്കുന്നു എന്നുള്ളത് സ്തോത്രം. അത് വിശകലനം ചെയ്യുവാനുള്ള കൃപാസനത്തിന്റെ ദാസനെയോട് ഈ നാളുകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ഈ പ്രദേശത്ത് ഈ നിലയിൽ ഇന്ന് ഇവിടെയുള്ള വിശുദ്ധന്മാരോട് ചേർന്ന് കർത്താവെ, അങ്ങയുടെ വചനത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ കേൾക്കുവാൻ, ദൈവസഭയെക്കുറിച്ചും ദൈവജനത്തിന് വരുവാൻ പോകുന്ന ഏറിയ പ്രത്യാശയുടെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളെക്കുറിച്ചും ദൈവസഭയുടെ ഈ ലോകത്തിനുള്ളതായ മാറ്റവും ലോകത്തിൻ്റെ ഭാവി കാര്യങ്ങളും ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളൊക്കെ ഒരളവിൽ ചുരുക്കമെങ്കിലും കർത്താവെ വിശദമാക്കുവാൻ തക്കോളാം ദൈവത്തിനെ അവിടുന്ന് ബലപ്പെടുത്തിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിത കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എത്ര ദിവസങ്ങളുണ്ട് ഞങ്ങൾ കടന്നുകൂടാ. കർത്താവ് മടങ്ങി വരുന്നതിന് മുമ്പ് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒരു പരിജ്ഞാനം ലഭിക്കുവാൻ, ദൈവജനത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യങ്ങളെ ഗ്രഹിച്ച് അതിനനുസരിച്ച് അതിനെ കീഴ്പ്പെട്ട് അതിനെ വിശ്വസിച്ച് അതിലാശ്രയിച്ച് ജീവിക്കുവാനുള്ള കൃപയും ശക്തിയും ബലവും ലഭിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ വചനത്തെ അവിടുന്ന് വിളമ്പുവാൻ പറ്റുന്നു. അങ്ങയുടെ കൃത്യനെ അവിടുന്ന് ബലപ്പെടുത്തിയത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. കാലം ഞങ്ങളുടെ മുൻപിൽ അധികമില്ല. ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും. അതവിടെ നിന്റെ മക്കൾ നിന്റെ ശക്തിയും നിന്നോടുകൂടെ എന്നും ആയിരിക്കും എന്നുള്ള വലിയ പ്രത്യാശയുടെ വാക്കുകൾ ഞങ്ങളെ ഓർപ്പിച്ചതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാൻ, മാനിക്കുവാൻ, അങ്ങയുടെ വചനം പ്രമാണിക്കുവാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ അവിടുന്ന് ധാരാളം കൃപ ഇവിടെയുള്ള ചെറിയ സഭയ്ക്ക് അവിടുന്ന് നൽകി അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും വിശ്വാസത്തിൽ തിറമുള്ളവരായി നിലനിൽക്കുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ നയിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ